പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ലെനോവയുടെ ടാബ് V7 എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഡിസ്പ്ലേ പോയതാണ്. ഇപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും, നന്നായിട്ട് ക്രാക്ക് വന്നിട്ടുണ്ട്. ഇത് റീപ്ലേസ് ചെയ്യലാണ് ഇന്നത്തെ പണി. അപ്പോൾ നമ്മളിത് ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സൈഡിൽ നിന്ന് ഇളക്കാം. ജസ്റ്റ് കുറച്ച് IP അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വിട്ടുപോകും. ഇത് ഫോണുകളേക്കാൾ എളുപ്പമാണ് ഇത് ഊരാനായിട്ട്. ഇവിടെ 2 സ്ക്രൂ വരുന്നുണ്ട്, ഒരു ഷീൽഡും. അപ്പോൾ തന്നെ സ്ട്രിപ്പ് ഇവിടെ ഒട്ടിച്ചിട്ടുണ്ടാവും. ഈ 2 സ്ക്രൂവും ഷീൽഡും അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്ട്രിപ്പിൻ്റെ കണക്ടർ ഇടിക്കാൻ പറ്റും. ഇനി ആ ഷീൽഡ് പതുക്കെ ഡ്യൂസർ വെച്ച് പൊക്കിയാൽ മതി. ഇനി ഈ പഴയ ഡിസ്പ്ലേ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇതൊക്കെ പോയ ഡിസ്പ്ലേ ആണ്. ഇനി നന്നായിട്ട് ഈ പാനലൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം, ഈ ഫ്രെയിം. കാരണം ഡിസ്പ്ലേ പുതിയത് വെക്കണമെങ്കിൽ നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയാലാണ് പ്ലേസ് ആവുള്ളൂ. ഇങ്ങനത്തെ ടാബിൻ്റെ ഒക്കെയും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേകൾ അവൈലബിൾ ആണ്. നമുക്ക് ആ ഒറിജിനലിൻ്റെ ക്ലാരിറ്റി തന്നെ ഏകദേശം കിട്ടും. നമുക്ക് മാറ്റിയെന്നൊന്നും പറയാൻ പറ്റില്ല, അത്ര ക്ലീൻ ആയിട്ടുള്ള ഡിസ്പ്ലേകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതാണ് നമ്മൾ മാറ്റാൻ പോകുന്ന ഡിസ്പ്ലേ. ഇതിൽ ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കർ വരുന്നുണ്ട്. ഇത് ചില സമയത്ത് ഒരു സൈഡിലൊന്നും പശ ഉണ്ടാവാറില്ല. നമുക്കത് നോക്കിയിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. ഡിസ്പ്ലേ ഒന്ന് ജസ്റ്റ് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഓണാണോ എന്നറിയില്ല. നമുക്ക് 3 ബട്ടൺ ഞെക്കി ഫോഴ്സ് റീസ്റ്റാർട്ട് ചെയ്യാം. ഒരനക്കല്ലല്ലോ. അപ്പോൾ മിക്കതും ഇത് ഡെഡ് ആയിരിക്കും, ചാർജ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ചാർജർ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ലോഗോ വരുന്നില്ല. നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ഈ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനർത്ഥം ഒട്ടും ചാർജ് ഇല്ല എന്നാണ്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് ചാർജ് കയറ്റിയിട്ടുണ്ട്, സെറ്റ് ഓണായി വന്നിട്ടുണ്ട്. ഇതിൽ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ചെക്ക് ചെയ്യണുള്ളൂ, കാരണം ലോക്ക് നമ്മൾ ചോദിച്ചിട്ടില്ല. പിന്നെ വാറണ്ടിയുള്ള ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് നമുക്ക് വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ V7 മോഡലുകളിൽ അങ്ങനെ കംപ്ലൈൻറ്റ് വരാറില്ല ഡിസ്പ്ലേയിൽ. നമുക്കിനി ഇത് പവർ ഓഫ് ചെയ്യാം. ഓഫായി. ഇനി ആ സ്ട്രിപ്പ് പിടിക്കാം. ഇനി നമുക്ക് ഈ സാധനം ഒരു സൈഡ് ഗമ്മ് കുറവാണ്. അപ്പോൾ നമുക്ക് ഗമ്മിട്ട് കൊടുക്കാം, സാധാരണ ഗമ്മിട്ട് കൊടുക്കാം. ഗമ്മിടുന്ന് ഞാൻ കുറച്ച് സ്പീഡായിട്ട് കാണിക്കാം, ടൈം കളയണ്ടല്ലോ. ഇപ്പോൾ ഗമ്മിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കണക്ടർ കണക്ട് ചെയ്തിട്ട് ആ ഷീൽഡ് ഇടാൻ മറക്കരുത്. ഈ ഷീൽഡ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ജസ്റ്റ് ഒന്ന് തട്ടിയാൽ മതി എവിടെയെങ്കിലും, അപ്പോൾ കണക്ടർ വിട്ടുപോകും, പിന്നെ ഡിസ്പ്ലേ വരില്ല. അപ്പോൾ നമ്മൾ രണ്ടാമത് അഴിക്കേണ്ടി വരും. അപ്പോൾ കണക്ടറും സ്ക്രൂവും എല്ലാ സാധനങ്ങളും അതുപോലെ തന്നെ ഇടാം. ഒരു 10 സ്ക്രൂ ഉണ്ടെങ്കിൽ 10 സ്ക്രൂ നമ്മൾ ഫോണിൽ ഇട്ടിട്ട് വേണം ഫോൺ ക്ലോസ് ചെയ്യാനായിട്ട്. രണ്ട് സ്ക്രൂ ഇട്ട് നമ്മൾ ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഡിസ്പ്ലേ വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. റബ്ബർ ബാൻഡ് ഇടുന്നത് ഞാൻ പെട്ടെന്ന് കാണിക്കുകയാണ്, കാരണം ടൈം കളയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി കുറച്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ സെറ്റ് ഓണായി വന്നിട്ടുണ്ട്. നമ്മൾ റബ്ബർ ബാൻഡൊക്കെ ഊരി
ഗമ്മൊക്കെ നല്ല രീതിയിൽ തന്നെ സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നല്ല പ്ലേസിങ്ങിലാണ് വന്നിരിക്കുന്നത്. ഇത് മാറ്റിയെന്ന് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ പറയില്ല. ഇതുപോലത്തെ വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കാനും കാണാനൊക്കെ താല്പര്യമുള്ളവർക്ക് ചാനലിൽ കയറി നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പിന്നെ മുകളിലൊരു സ്റ്റിക്കർ ഉണ്ടല്ലോ, അത് പൊളിച്ച് കളഞ്ഞിട്ട് നമുക്കൊരു ഫ്രഷ് ലുക്ക് കൊടുക്കാം. പിന്നെ സൈഡിലൊക്കെ ഗം ഉണ്ടാവും, അതൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കണം. നല്ല നീറ്റാക്കിയിട്ട് വേണം കസ്റ്റമർക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.